Hi everyone. So, നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണിത്. We need to find out the centroid of this composite area. Okay, axis specified അല്ല, so we can assume the axis wherever we want. So, നമുക്ക് with respect to that axis, we need to find out the x bar and y bar value. നമ്മൾ ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെരിഗ്നോൺസ് തിയറം ആണ്. കാരണം മെത്തേഡ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ കൂടി ടഫറാണ്. കാരണം ഇതുപോലത്തെ കോമ്പോസിറ്റ് ഏരിയയ്ക്ക് ആകുമ്പോഴത്തേനും അതിൻ്റെ എലമെൻറ്റ് ലൊക്കേറ്റ് ചെയ്യണം, പിന്നെ അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റൊക്കെ എടുക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവ്ലി സിംപിളർ ആയിട്ടുള്ള വെരിഗ്നോൺസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ വന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമുക്കൊരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ നമുക്ക് ആദ്യം അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്സിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഷേപ്സിൻ്റെ ഒക്കെ ഓൾറെഡി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സെൻട്രോയിഡ് ലൊക്കേഷൻ ഈ വീഡിയോയുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ഷേപ്സ്. സോ നമുക്ക് വന്നിട്ടുള്ള ഷേപ്പിനെ ആ ബേസിക് ഷേപ്പിലേക്ക് റെഡ്യൂസ് ചെയ്യുക. ദെൻ യൂസിങ് ദാറ്റ് ബേസിക് ഷേപ്സ് വി ക്യാൻ ലൊക്കേറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ദി ഹോൾ സെക്ഷൻ. സോ എന്താ ആ ഏരിയനെ 3 ഷേപ്പായിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സർക്കിളും ഒരു റെക്ടാങ്കിളും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് ഞാൻ ആ ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് 3 ഏരിയാസ്. പിന്നെ ഞാൻ എന്താ ഇതിൻ്റെ ആക്സസ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതാണ് എൻ്റെ ഒറിജിൻ പോയിന്റ്. ദിസ് ഇസ് മൈ എക്സ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഇസ് മൈ വൈ ഡയറക്ഷൻ. നമ്മൾ ആക്സസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അനാലിസിസ് സിംപിളറാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻ ആക്സസ് സിമെട്രി വി ബെറ്റർ പുട്ട് ഇറ്റ് റൈറ്റ് ദെയർ. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഈ കേസിൽ നമുക്കൊരു ആക്സോ സിമെട്രി പറയാനില്ല, അതിന് ഒരു സൈഡും സിമെട്രിക്കലായിട്ടുള്ള സൈഡില്ല. അതുകൊണ്ട് നമുക്കൊരു ആക്സോ സിമെട്രി ഇല്ല. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളുടെ ആക്സസ് കൊണ്ടുവയ്ക്കാം. സോ ഞാൻ അസ്യൂം ചെയ്തിട്ടുള്ള ആക്സസ് ഇതാണ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ബാറും വൈ ബാറും ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എനിക്കിവിടെ 3 ഏരിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഇക്വേഷൻ എക്സ് ബാർ വിൽ ബി a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 ആൻഡ് y ബാർ ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 പ്ലസ് a3 y3 ഡിവൈഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 എന്ന് എനിക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ ടൈംസിനായിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് a1. ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, this is a semicircle അല്ലേ. സോ അതിൻ്റെ ഏരിയ വിൽ ബി ഹാഫ് ഓഫ് പൈ ഡി സ്ക്വയർ ബൈ 4. then we just substitute all the values and we will get the answer as 6.28 centimeter square അല്ലേ. so we have found out the a1 value. then we can find out next a2 എന്ന് പറഞ്ഞാൽ that's the area of this rectangle. area of rectangle എന്ന് പറഞ്ഞാൽ that will be length into breadth അല്ലേ. length is 6 centimeter into breadth 4 centimeter and that's 24 centimeter square. then next a3 എന്ന് പറഞ്ഞാൽ that's a right angle triangle. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ that is half bh അല്ലേ. base into height. base is 3 centimeter into height is 4 centimeter and the answer is 6 centimeter square. നമുക്ക് a1 a2 a3 കിട്ടി. നെക്സ്റ്റ് നമുക്ക് x1 x2 x3 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ എന്താ എൻ്റെ സെൻട്രോയിഡൊക്കെ വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് x1 x2 x3 ആണ്. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സെൻട്രോയിഡിലേക്ക് y ആക്സിസിൽ നിന്നുള്ള x ആക്സിസിൽ ഉള്ള ഡിസ്റ്റൻസ്. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സെൻട്രോയിഡും y ആക്സിസും തമ്മിലുള്ള എലോങ് എക്സ് ഉള്ള ഡിസ്റ്റൻസ് ആണ് x1. സോ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അതിൻ്റെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഉള്ള ഒരു സെമി സർക്കിൾ ആണെങ്കിൽ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് നിന്ന് 4r/3π ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. ഇതിൻ്റെ ബേസിൽ നിന്ന് ഇവിടമല്ല ഡിസ്റ്റൻസ് ഇസ് r അല്ലേ, റേഡിയസ് ആണ്. സോ ഇത്രയും ഡിസ്റ്റൻസ് വിൽ ബി r minus 4r/3π. then that will be equal to just values and substitute here. radius is diameter 4 centimeter ആണ്. so radius is 2 centimeter. so 4 into 2 divided by 3π and that's equal to
1.15 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് x2 കണ്ടുപിടിക്കാം. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻട്രോയിഡ് ഇതാ ഇവിടെയാണ്, ഇതാണ് y ആക്സിസ്, ഡിസ്റ്റൻസ് ഇസ് x2. അപ്പോൾ എങ്ങനെ കിട്ടും? റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഹാഫിലായിരിക്കും. സോ ഈ റെക്ടാങ്കിളിൻ്റെ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻട്രോയിഡും റെക്ടാങ്കിളിൻ്റെ ഈ സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി 3 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ x2 ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ പ്ലസ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. സോ 3 പ്ലസ് റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ ഇസ് 2 സെൻറ്റിമീറ്റർ ആൻഡ് ദി ആൻസർ ഇസ് 5 സെൻറ്റിമീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് x3 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ സെൻട്രോയിഡും y ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ദിസ് ഇസ് x3. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഏത് സൈഡാണ് കൺസിഡർ ചെയ്യണേ അതിൻ്റെ 1/3. അതിൻ്റെ ഇപ്പോൾ നമ്മൾ എലോങ് ഹൈറ്റുള്ള ഈ ഡയമെൻഷൻ എടുക്കുന്നെങ്കിൽ സെൻട്രോയിഡ് മുതൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഓഫ് ഇറ്റ്സ് ബേസ് ആണ് ഇൻറ്റു 3 സെൻറ്റിമീറ്റർ പ്ലസ് 6 പ്ലസ് 2 അല്ലേ? 6 പ്ലസ് 2 ആൻഡ് ദ ആൻസർ ഈസ് 9 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ y ഡിസ്റ്റൻസുകളാണ് കണ്ടുപിടിക്കേണ്ടത്. y ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോയിഡും എക്സ് ആക്സിസും തമ്മിൽ എലോങ് y ആക്സിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോ y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏരിയ, നമ്മുടെ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ലെങ്ത് ആണ്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് വിൽ ബി അറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ഡയമീറ്റർ. മിഡ് പോയിൻ്റ് ഓഫ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദ റേഡിയസ് ഇറ്റ് സെൽഫ് അല്ലേ? സോ y1 will be r, the radius itself, and the radius is 2 centimeter അല്ലേ? നെക്സ്റ്റ് y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ഷൻ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആണ്. റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് വിൽ ബി അറ്റ് ദി മിഡ് പോയിൻ്റ് ഓഫ് ദ ഡയറക്ഷൻ വി ആർ കൺസിഡറിങ്. സോ ദ ഡയറക്ഷൻ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 4 സെൻറ്റിമീറ്റർ. ഹെൻസ് y2 വിൽ ബി 2 സെൻറ്റിമീറ്റർ. അടുത്തത് y3 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് y3. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഈ ബേസ് മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റാണ് വേണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1/3 ഓഫ് ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ദ ആൻസർ ഈസ് 1.33 സെൻറ്റിമീറ്റേഴ്സ്. നമ്മളതിൻ്റെ എല്ലാ വേരിയബിളും നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ് ഇൻ ദിസ് ഇക്വേഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴത്തേനും നമുക്കിതാ ഇതേപോലെ കിട്ടും. x bar is equal to 6.28 into 1.15 plus 24 into 5 plus 6 into 9 divided by 6.28 plus 24 plus 6. Y bar is equal to 6.28 into 2 y1 and 24 into 2 plus 6 into 1.33 divided by 6.28 plus 24 plus 6. And the answer is x bar is equal to 5 centimeter and y bar is equal to 1.89 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലത്തിൽ യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ പറയുമ്പോഴും അതിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടാവണം. ഞാൻ എന്താ ഫിഗറിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സെൻട്രോയിഡ് എവിടെയാണ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ നിന്ന് വൈ ഡയറക്ഷനിൽ 1.89 സെൻറ്റിമീറ്ററിലും വൈ ആക്സിൽ നിന്ന് എക്സ് ഡയറക്ഷനിൽ 5 സെൻറ്റിമീറ്റർ മാറിയിട്ടത് ഇവിടെയായിരിക്കും നമ്മളുടെ സെൻട്രോയിഡ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ദിസ് എ സൊല്യൂഷൻ.